ഇത് 2013 വണ്ടിയാണ്. ഇത് ഗ്രേ കളറാണ്, വെറൈറ്റി കളറാണ്. പിന്നെ 4 അലോയ് വീല് കിടപ്പുണ്ട്. 2013 വണ്ടി. ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പാണ്. ഇത് 2016 രജിസ്ട്രേഷൻ സിപ്പാണ്. സെക്കൻഡ് ഓണറാണ്. പുതിയ പേപ്പറാണ്. 2026 മാർച്ച് വരെ പേപ്പറുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. ഇത് 2013 വണ്ടിയാണ്. ടെസ്റ്റ് ചെയ്യേണ്ടുന്ന വണ്ടിയാണ്. നമ്മളൊരു പാർട്ടി വന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 85 രൂപയ്ക്ക് കൊടുക്കാം. 85,000 രൂപ കൊടുക്കാൻ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തോണം. എൻജിൻ സൈഡ് പക്കയാണ്. ഇത് 2019 രജിസ്ട്രേഷനാണ്. ഫസ്റ്റ് ഓണർ ജീത്തോയാണ്. 1,15,000 കിലോമീറ്റർ കണ്ട് ഓടിയതാണ്. 4 പുത്തൻ ടയർ. പിന്നെ പേപ്പർ ഭാഗം ഈ 8ാം മാസം വരെ ഉണ്ട് പേപ്പർ. ഇത് 2018 വണ്ടിയാണ്. പ്രൈവറ്റാണ്. വേണമെങ്കിൽ ഇനിയിപ്പം ടാക്സി ആക്കി കൊടുക്കാൻ പറ്റും. നമ്മൾ പേര് മാറിയാൽ ഉടൻ തന്നെ ടാക്സി ആക്കാം. ഇപ്പം പേര് മാറുന്നതിന് പ്രശ്നമില്ല, പെട്ടെന്ന് പേര് മാറി വരും. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് വെള്ളി മൂങ്ങകളുടെ വിശേഷങ്ങളുമായിട്ടാണ്. നമ്മൾ സ്ഥിരം എല്ലാ മാസവും വന്നുകൊണ്ടിരിക്കുന്നത് ജയണ്ണൻ്റെ കടയിലാണ് വന്നേക്കുന്നത്. ശബരി ഓട്ടോ സെൽ എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. കല്ലുവാതക്കിലാണ് നമ്മുടെ ഷോപ്പുള്ളത്. ഇത്തവണ നമ്മൾ ഏകദേശം ഒരു 18 വണ്ടി അടുപ്പിച്ച് വണ്ടികൾ കിടപ്പുണ്ട്. അത്രയ്ക്ക് വണ്ടികൾ ഇട്ടിട്ടാണ് ഇത്തവണ നമ്മൾ സ്റ്റോക്ക് കയറിയതിന് ശേഷം എന്നെ വിളിച്ചത്. അപ്പം അത്രയ്ക്ക് വണ്ടികളുടെ വിശേഷങ്ങളുമായിട്ട് വന്നത് 1,00,000 രൂപ തൊട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ കുറഞ്ഞ തുകയ്ക്കും എന്നാൽ ഒരു 3.5-3.80 ആ റേഞ്ചിനൊക്കെ ഉള്ള ജീത്തോ ആ ടൈപ്പ് വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകരെയും ഈ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാൻ വേണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വെള്ളിമൂങ്ങയുടെയും ജീത്തോയുടെയും അല്ലാതെ കിടക്കുന്ന വണ്ടികളുടെയും സിപ്പൊക്കെ കിടപ്പുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു വിശേഷവും ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ ജയണ്ണ നമസ്കാരം. നമസ്കാരം സനു. ഇത് കല്ലുവാതക്കലാണ്. കല്ലുവാതക്കൽ ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ ആണ്. ഓക്കെ. ഇത് കൊല്ലത്തുനിന്ന് വരുന്ന ഹൈവേ. കൊല്ലത്തുനിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് കല്ലുവാതക്കൽ എത്തുന്നതിന് മുമ്പ് 1/2 കിലോമീറ്റർ ബാക്കിലോട്ടാണ് നമ്മളെ സ്ഥലം. കൊച്ചുപാറയിൽ എന്ന് പറയും. പാറയിൽ ജംഗ്ഷൻ അടുത്ത് കിടക്കുന്ന പഴയതുപോലെ തന്നെ രാജ് ബാർ അടുത്തുണ്ട്. രാജ് ബാർ കഴിഞ്ഞിട്ട് ആ വളവില്ലേ, വളവ് ഒന്ന് കാണിച്ചോ. ഹൈവേ എന്ന് പറഞ്ഞാൽ ആ വളവ് കഴിയുന്നതാണ് രാജ് ബാർ. രാജ് ബാർ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു 100 മീറ്റർ ഉണ്ടാവും. കല്ലുവാക ജംഗ്ഷൻ ഇവിടുന്ന് 1/2 കിലോമീറ്റർ. ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ പാരിപ്പള്ളി കഴിഞ്ഞ് കല്ലുവാതക്കൽ കഴിഞ്ഞ് ഒരു 1/2 കിലോമീറ്റർ വരുമ്പോഴാണ് നമ്മളെ സ്ഥാപനം. ഇവിടുന്ന് കൊല്ലം 18-20 കിലോമീറ്റർ വരും. ഇത് ഇത്തവണ നമ്മളെ കിടക്കുന്ന വണ്ടികൾ ഏകദേശം എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ് നമ്മളതിൽ? തുടക്കമാണോ? തുടക്കം നമ്മൾ ഒരു 1,00,000 രൂപ കൊണ്ടുള്ള വണ്ടികളുണ്ട്. ഇത്തവണ 1,00,000 തൊട്ടുണ്ട്. അതെ. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കിയാലോ? തീർച്ചയായും. സനവേജ് 2014 12ാം മാസം വണ്ടിയാണ്. 5 സീറ്റ് വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. വണ്ടി ഈ ഡിസംബർ വരെ ഫുൾ പേപ്പർ കിടപ്പുണ്ട്. ഒറ്റ ഓണർ വണ്ടിയാണ്. ആക്സിഡൻറ്റോ കാര്യങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല. എല്ലാം നല്ല വൃത്തിയിൽ നല്ല നീറ്റായിട്ട് ലൈഫ് ടാക്സ് വരുന്ന വണ്ടി. 5 സീറ്റ് വണ്ടിയാണ്. 2014 ഡിസംബർ വണ്ടിയാണ്. ഓട്ടോ ഒക്കെ ജെനുവിൻ ആയിരിക്കും? അതെ. ടയേഴ്സൊക്കെ പുതിയ ടയർ മാറിയിട്ടേക്കുക. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനലായിട്ട് 1,85 നമ്മൾ ഉദ്ദേശിക്കുന്ന വില. ഇതിപ്പോൾ പറയും 2014 വില കൂടുതലല്ലേ എന്ന്. ലൈഫ് ടാക്സ് 5 സീറ്റ് വണ്ടിയാണ്. നമ്മൾ ലാസ്റ്റ് വിലയായിട്ട് ഒരു 1,80,000 രൂപയ്ക്ക് ഫൈനലായിട്ട് പേര് മാറി കൊടുക്കാം. ചെറിയ ചണക്കുണ്ടോ? അത് ആ ഒരു ചെറിയ ചണക്ക് മാത്രമേ ഉള്ളൂ, അല്ല ഒരു അപാകതയും വണ്ടിയിലില്ല. ഇത് 2016 സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. ഇത് ഫുള്ള് ഗ്ലാസ് വർക്ക് ചെയ്ത വണ്ടിയാണ്. രണ്ടാമത്തെ ഓണർ 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ ഗ്ലാസ് ചെയ്ത് 2016 8ാം മാസം സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. എന്ത് ഓടി? ഇത് 1,20,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. ഈ വെള്ളിമൂങ്ങയുടെയൊക്കെ ജെനുവിൻ കിലോമീറ്റർ ആയിരിക്കുമോ? എന്തോ? ഈ വെള്ളിമൂങ്ങ വണ്ടികളുടെയൊക്കെ ഇതിനകത്ത് ഞാൻ മാറ്റാറില്ല. ഇതിനകത്ത് 90% ജെനുവിൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കമ്പനി സർവീസ് അങ്ങനെ വല്ലതാണോ? ഈ കമ്പനി സർവീസ് ചെയ്തതിനകത്ത് ഫസ്റ്റ് പോലും ആരും ചെയ്യാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന വിധമായിരിക്കത്തില്ല. വണ്ടിക്ക് മീൽ സൈഡൊക്കെ നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. എടുത്താൽ കമ്പനിയിൽ നിന്ന് ഓടി ഒളിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രേ ഉള്ളല്ലേ? പിന്നെ അങ്ങനെ റെയറായിട്ട് അങ്ങനെയൊക്കെ ഉള്ള വണ്ടികളെ കിട്ടാറുള്ളൂ. ഓക്കെ. വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സീറ്റ് ഗ്ലാസൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. വണ്ടി നല്ല വൃത്തിയാണ്, നീറ്റ് വണ്ടിയാണ്. ഫുള്ള് മെക്കാനിക്കൽ ഞാൻ എടുത്തുകൊണ്ട് വന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ് ഇതെല്ലാം. എത്ര ചോദ്യം? ഇത് 2,40,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം നമുക്ക്. 2,40,000.
ഇത് ലോൺ സൗകര്യം എങ്ങനെയാണ്? എന്തോ ലോൺ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫിനാൻസ് നമുക്ക് കിട്ടുമല്ലോ, എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ കിട്ടും. 1,40,000 രൂപ വരെയൊക്കെ ഫിനാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. 1,40,000. അത് ഏരിയ അനുസരിച്ചാണ്. നമ്മളിപ്പം കണ്ണൂർ കാസർഗോഡുകാർക്കൊന്നും അല്ലെങ്കിൽ കൊല്ലം തിരുവനന്തപുരം അപ്പുറം, കൊല്ലം തിരുവനന്തപുരം മാക്സിമം നമുക്ക് ആലപ്പുഴ വരെയുള്ള ജില്ലകൾ ചെയ്യാം, പത്തനംതിട്ട ആലപ്പുഴ. അത് കഴിഞ്ഞാൽ പിന്നെ അവരായിട്ട് സ്വയം ചെയ്യണം, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവർ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അവർ പേപ്പർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പേപ്പറിൻ്റെ കോപ്പി ഇട്ട് കൊടുക്കാം. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാം. ഓക്കെ, അടുത്ത ഇത് 2014 സനൂപ് ഏകദേശം ധാരണയായി കിടക്കുന്നൊരു വണ്ടിയായത്. ധാരണയായി? അതെ അതെ. ടയർ ആവറേജിന് തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ടയറാണ്. എത്ര ഇത് ഓടി? ഇത് സിംഗിൾ ഓണറാ 140 അങ്ങോട്ട് കൂടിയത്. ഇത് ഏകദേശം ധാരണയാണ് 90%. ഇത് 2019 രജിസ്ട്രേഷനാണ്. ഫസ്റ്റ് ഓണർ ജീത്തോയാ. 1,15,000 കിലോമീറ്റർ കണ്ട് ഓടിയതാണ്. 4 പുത്തൻ ടയർ. പിന്നെ പേപ്പർ ഭാഗം ഈ 8ാം മാസം വരെ ഉണ്ട് പേപ്പർ. ടയേഴ്സ് എല്ലാം നല്ല പുതിയ ടയർ തന്നെ, എല്ലാ ടയറും മാറിയിട്ടുണ്ട്. എന്തോ വണ്ടിക്കകം ഒക്കെ കാണാനും നല്ല വൃത്തി. കേട്ടില്ല? എൻ്റെ വണ്ടിക്കകം കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട്, നല്ല വൃത്തിയായിട്ട് കിടക്കല്ലേ വണ്ടി. പെയിന്റ് ഒക്കെ 2 ചെയ്തിട്ടുണ്ട് അല്ലേ? പ്ലാറ്റ്ഫോം ഞാനിപ്പോൾ ചെയ്യിച്ചായിരുന്നു. വണ്ടി ബാക്കി ബോഡിയൊന്നും ചെയ്തിട്ടില്ല, അകം മാത്രം അല്ലേ? അകം പ്ലാറ്റ്ഫോം തുരുമ്പൊന്നുമില്ല. നല്ല വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ നോക്കിയാലും പ്ലാറ്റ്ഫോം കാണാം നമുക്ക്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭാഗങ്ങൾ നോക്കിയാൽ തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. വണ്ടിക്ക് അതിൻ്റേതായ വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? ചോദ്യം ഇത് 380. 380. പുറത്ത് കിടക്കുന്ന പെയിന്റ് ഫസ്റ്റ് പെയിന്റ് തന്നെ അല്ലേ? അതെ അതെ. ചെറിയ റീപെയിന്റ് അങ്ങനെ വല്ലതും കയറി ചെറിയ രീതിയിൽ കയറി കാണും. അത് ഏത് വണ്ടിയിലും, ടാക്സി വണ്ടിയിൽ മിക്ക 90% ടാക്സി വണ്ടിയിലും കയറും. അതുണ്ട്. ഓക്കെ, അകം മാത്രമാണ് അപ്പോൾ ഫുൾ പെയിന്റ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് കമ്പനി പെയിന്റ്, വെളിയിൽ കമ്പനി പെയിന്റ് തന്നെ. 3ആണോ ചോദ്യം? 380. 380. 80,000 രൂപ ഞാൻ കളഞ്ഞ. 4 പുതിയ ടയർ കിടപ്പുണ്ട്. 2019 രജിസ്ട്രേഷൻ വണ്ടിയാണ്. എത്ര രൂപ ഇത് ഇറക്കാൻ പറ്റും? ഇത് ഏരിയ പൈസ. ചില ഏരിയയിൽ ചില വണ്ടികൾക്ക് നല്ല രീതിയിൽ ഫിനാൻസ് കൊടുക്കും, ചില ഏരിയയിൽ ഫിനാൻസ് കുറവായിരിക്കും. കരുനാഗപ്പള്ളി ആ സൈഡൊക്കെ ഇത് 2.25, 3 രൂപയോളം ഫിനാൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളെ ഈ ഏരിയയിൽ 2, 2.25, 2.5 ആ റേഞ്ചിനകത്ത് കിട്ടത്തുള്ളൂ. ഇത് 2018 സിപ്പ് XL ആണ്. ഇത് വലിയ വണ്ടിയാണ്. ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. 85,000 കിലോമീറ്റർ. ഫസ്റ്റ് ഓണർ. വണ്ടി ഫുള്ള് പെയിൻറ്റ് ചെയ്ത് പാച്ച് വർക്കെല്ലാം ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. മെക്കാനിക്കലെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഇത് പിന്നെ പെട്ടെന്ന് പോകത്തില്ല സനൂപ്. ഈ ലോഡ് വണ്ടിയൊക്കെ എന്ന് പറഞ്ഞ ഒരു ആവശ്യക്കാർ വന്നു കഴിഞ്ഞാലേ പോകത്തുള്ളൂ. വണ്ടി ഓവറോൾ കൊള്ളാം. പെയിന്റ് ഒക്കെ ചെയ്തിട്ടാണ്. ടയർ ഭാഗം നല്ലതാണ്. പെയിന്റ്സ് പോയിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്ത് ലോഡ് വണ്ടിയല്ലേ. അല്ലാത്ത വർഷം വണ്ടി കാണാനൊക്കെ കൊള്ളാം. എത്ര ചോദ്യം? ഇത് 1,85,000 രൂപ. എന്തെങ്കിലും കുറയോ? കുറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ക്ഷേമനിധി എടുക്കണം. ക്ഷേമനിധി പാർട്ടി എടുക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ 1,70,000 രൂപയ്ക്ക് കൊടുക്കും. പറഞ്ഞു. ഇത് 2018 ലാസ്റ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതും 1,00,000 മേളിൽ ഓടിയ വണ്ടിയാണ്. വണ്ടി ഫുള്ള് പണിഞ്ഞ് കമ്പനിയെ കൊണ്ട് മെക്കാനിക്കലെല്ലാം ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഇത് ടെസ്റ്റ് ചെയ്യാൻ ബാക്കി ഇട്ടിരിക്കുന്ന വണ്ടിയാണ്. GPS എല്ലാം അപ്രൂവലാക്കി ഇട്ടിരിക്കുകയാണ്. ഇനി കേവലം ഇൻഷുറൻസ് എടുക്കുക, ടെസ്റ്റ് ചെയ്യുക, കൊടുക്കുക. ബാക്കിയെല്ലാം ഓക്കെ കിട്ടിയിരിക്കുന്ന വണ്ടിയാണ്. ഓട്ടോ ഒക്കെ എന്തോടി? 1,00,000 മേളിൽ ഓടിയതാണ്. സിംഗിൾ ഓണറാണ്. ഏത് വർഷമായിരുന്നു? 2018 9ാം മാസം. ഓക്കെ, വണ്ടി അതിൻ്റെതായ വൃത്തിയുണ്ട്, കാണാനും കൊള്ളാം. നല്ല പെയിൻ്റാണ്. പുതിയ പെയിൻറ്റ് ചെയ്തിട്ടിരിക്കുന്നു. ബോഡിയിൽ അടിച്ചിട്ടുണ്ടോ? ബോഡി അടിച്ചിട്ടുണ്ട്. ഓക്കെ, ടെസ്റ്റിന് പണിഞ്ഞിട്ടിരിക്കുകയല്ലേ. എത്ര ചോദിക്കുന്നത്? ഇത് 3,65,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. എല്ലാം ചെയ്ത് പെരുമാറി. ഇത് ഡീസൽ സംഭവം ഡീസലല്ലേ? ഡീസൽ. ഇതിന് ഈ ജീത്തോയ്ക്ക് എന്തോ കാണും മൈലേജ്? ജീത്തോയും ഇതുമായിട്ട് വലിയ പിന്നെ 25-ന് മേളിൽ 30-നകത്ത് കിട്ടും. അപ്പോൾ ഇതിനും കിട്ടും. ഇത് ഞങ്ങളെ 10 cc വ്യത്യാസമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇത് 2018 വണ്ടിയാണ്. പ്രൈവറ്റാണ്. വേണമെങ്കിൽ ഇനിയിപ്പം ടാക്സി ആക്കി കൊടുക്കാൻ പറ്റും. നമ്മൾ പേര് മാറിയാൽ ഉടൻ തന്നെ ടാക്സി ആകാം. ഇപ്പം പേര് മാറുന്നതിന് പ്രശ്നമില്ല, പെട്ടെന്ന് പേര് മാറി വരും. കിട്ടുന്നുണ്ടോ? ഇപ്പം RC ബുക്ക് പിന്നെ ഓൺലൈനിലല്ലേ. അങ്ങനെ നമുക്കിപ്പോൾ RC ബുക്ക് പ്രിൻ്റ് ചെയ്ത് നമുക്ക് സ്വയമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മറ്റേ കാർഡ് RTO ഓഫീസിൽ നിന്ന് വരുന്ന ആ പരിപാടിയൊക്കെ നിന്നല്ലോ. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത്
വേണമെങ്കിൽ ടാക്സി ആക്കിയും വിൽക്കാം, പ്രൈവറ്റ് ആക്കിയും വിൽക്കാം. പിന്നെ ഒരു പ്രൈവറ്റ് കിടക്കട്ടെ എന്ന് കരുതിയാണ് ഇത് പ്രൈവറ്റ് ടാക്സി ആക്കാഞ്ഞത്. വരുന്ന ആൾക്ക് അങ്ങനെ ആക്കി കൊടുക്കണേ ആക്കി കൊടുക്കൂലേ? ആക്കിയും വേണമെങ്കിൽ കൊടുക്കാം. ഇതിപ്പം കമ്പനിയിലെ എൽ ബെയറിംഗ് എല്ലാം മാറിയ വണ്ടിയാണ്, അണ്ടർ വാറണ്ടിയിലുള്ള വണ്ടിയാണ്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. 4 പുത്തൻ ടയറുണ്ട്. എല്ലാത്തിനും ടയർ ഭാഗങ്ങളോ മെക്കാനിക്കലോ അങ്ങനെ ഒന്നും ഒരു കുഴപ്പമില്ല. ഡോറൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം. ഓക്കെ, ഇത് എത്ര ചോദ്യം? ഇത് നമ്മൾ പ്രൈവറ്റ് ആണെങ്കിൽ 3,35,000 രൂപയ്ക്ക് കൊടുക്കും. ടാക്സി ആണെങ്കിൽ 3,65,000 കൊടുക്കും. 3,65,000. ഈ വണ്ടിയൊക്കെ ഇറങ്ങിയപ്പോൾ എന്താണ് വില? ഈ വണ്ടിയൊക്കെ ഇറങ്ങുമ്പോഴും എനിക്ക് തോന്നുന്നു 4-ന് താഴെ ഉള്ളൂ. അത്രേ ഉള്ളൂ. 4-4.25 രൂപയൊക്കെ ഉള്ള ആ റേഞ്ചുള്ള വില ഉള്ളായിരുന്നു എന്നാൽ എനിക്ക് തോന്നുന്നത്. ഞാൻ പുതിയ വണ്ടി എടുത്തിട്ടില്ല. ആ റേഞ്ചായിരുന്നു എന്ന് എൻ്റെ ഒരു വിശ്വാസം. ഇത് 2018 വണ്ടിയാണ്, 18 രജിസ്ട്രേഷനാണ്. ഇത് 20 മാസം പേപ്പർ കിടപ്പുണ്ട്. നമ്മൾ സിംഗിൾ ഓണർ തന്നെ ഈ വണ്ടി. നമുക്കിതൊരു 2,35,000 രൂപയ്ക്ക് കൊടുക്കാം. ടയർ ഭാഗങ്ങളെല്ലാം മാറി, നല്ല ടയറുകൾ, മെക്കാനിക്കലോ പാച്ച് വർക്കോ പെയിൻറ്റിങ് മോശമോ ഒന്നുമില്ല. ഉണ്ടായിരുന്ന മെക്കാനിക്കൽ പണി എല്ലാം കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. 2,35,000 രൂപയ്ക്ക് 20 മാസം പേപ്പർ ഉണ്ട്, അത് കൊടുക്കാം. കിലോമീറ്റർ എന്തായിരുന്നു? കിലോമീറ്റർ 35-40 കൊണ്ട് ഓടിയതാണ്. അത്ര ഓടിയിട്ടുണ്ട്? ഓടിയതാണ്. ബാക്ക് ഡിക്കിയൊക്കെ ചെയ്ത വണ്ടിയത്. ബാക്ക് ഡിക്കി ഓപ്പൺ ആവുന്ന ടൈപ്പാണ്, ഗ്ലാസ്സാണ്. ഓക്കെ. ചോദ്യം 2,40,000 രൂപയാണ് ചോദ്യം. 2,35,000 രൂപയ്ക്ക് നമ്മൾ പേര് മാറി കൊടുക്കും. പറയുന്ന തുകയിൽ കസ്റ്റമേഴ്സിന് എന്തെങ്കിലുമൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും. കസ്റ്റമേഴ്സിന് നമ്മൾ ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പേര് മാറി കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ? പേര് മാറി തുകയിൽ സനുവേ ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് പല നെഗറ്റീവ് കമൻസും വരുന്നുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്ന പണിയോട് ഞാൻ സംതൃപ്തനാണ്, എൻ്റെ കസ്റ്റമറും എടുക്കുന്നവർ സംതൃപ്തരാണ്. എനിക്കത് മതി. ചോദിക്കുന്ന വില തന്നെ ഇവർ എടുക്കുന്നുണ്ടോ? 100%, 90% ആ വിലയ്ക്ക് തന്നെ പോകുന്നു. കാര്യം ഞാനൊരു പല വീഡിയോയിലും പറയുന്ന കണക്ക് റിപ്പീറ്റ് ചെയ്യുന്ന മോശത്തരം ഇങ്ങനെ പറയാം. ഞാനൊരു സാധാരണ വണ്ടി കച്ചവടക്കാരനാണ്. അപ്പോൾ എനിക്കറിയാം ഇതിനകത്ത് എന്ത് ലാഭത്തിൽ വിറ്റാൽ നമുക്ക് പോകുന്നതെന്നറിയാം. അപ്പം എൻ്റെ നിന്ന് എടുക്കുന്ന കസ്റ്റമറൊന്നും എനിക്ക് ദോഷമൊന്നും, അല്ലെങ്കിൽ ഞാൻ ദോഷം ചെയ്തൊന്നും ആരും ഇതുവരെ എന്നോടൊരു കമൻറ്റ് നേരിട്ട് പറഞ്ഞിട്ടില്ല. എന്നെ ആരും രണ്ടാമത് ഇതുവരെ വിളിക്കേണ്ട വലിയ സാഹചര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നവരല്ലേ, ആ ബന്ധം നമ്മൾ നിലനിർത്തുന്നുണ്ട് എല്ലാവരുമായിട്ടും. അവരേത് സമയത്ത് ഏത് സഹായത്തിനും വിളിച്ചു കഴിഞ്ഞാലും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ വണ്ടി വിൽപ്പന അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ചെറുതായിട്ടുള്ള കാര്യങ്ങൾ ചെറിയ വ്യത്യാസം വരുത്തും. അതറിഞ്ഞാൽ വിലയിൽ വ്യത്യാസം വരണം. ഇത് 2018 തന്നെ ഈ വണ്ടി നമ്മളെ ഈ കിടന്ന വണ്ടി തന്നെയാണ്. ഈ 2 വണ്ടി നമ്മളതിൽ കിടന്നതാണ്. ഇത് 2018 വണ്ടി, പുതിയ എൻജിൻ കയറ്റിയ വണ്ടി. നമ്മൾ ഇനിയിപ്പോൾ ലാഭവും നഷ്ടവും നോക്കുന്നില്ല. എല്ലാത്തിനകത്തും 2,65 പറഞ്ഞത്. ഇത് 2,55 നമ്മൾ എല്ലാ പേപ്പറും എടുത്ത് നമ്മൾ പേര് മാറി കൊടുക്കും. കാര്യം ഈ വണ്ടി എത്ര കിട്ടിയാലും നഷ്ടങ്ങളാണ്. കാര്യം നമുക്ക് ഞാൻ എൻജിനൊക്കെ എടുത്ത് പുതിയ എൻജിൻ കയറ്റിയ വണ്ടിയാണ് ഇത്. അങ്ങനെ പണിഞ്ഞ വണ്ടിയാണ്. പിന്നെ മെക്കാനിക്കൽ ബാക്കി എൻജിൻ കയറ്റിയപ്പോൾ പിന്നെ ബുഷ് കിഷ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മാറിയതാണ്. പിന്നെ ടയറ് ബാറ്ററി എല്ലാം പുതിയതാണ്. പാച്ച് വർക്ക് ചെയ്തതാണ്, പെയിൻറ്റിങ് ചെയ്തതാണ്. ഫുള്ള് പുതിയ വണ്ടിയായിട്ട് കിടക്കുക. വണ്ടിക്കകം കാണാനും ഉണ്ട്, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു. 2,65 2,65 നമ്മളെ വില. നമ്മളിപ്പോൾ 2,55 പുതിയ പേപ്പർ എടുത്ത് പേര് മാറി കൊടുക്കും. 2,55. 4 നല്ല ടയറാണ്, ബാറ്ററി പുതിയതാണ്, ടാർപ്പ എല്ലാം ചെയ്തിട്ടുണ്ട്, ഫുൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, വണ്ടി ഫുൾ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന പണികൾ മൊത്തം ചെയ്തിട്ടുണ്ട്. 2014 പ്രൈവറ്റ് വണ്ടിയാണ് ഇത്. ഫുള്ളും ഇതും എല്ലാ ഭാഗങ്ങളും പണിഞ്ഞിട്ടിരിക്കുന്ന വണ്ടിയാണ്. പുതിയ പെയിൻറ്റ് ചെയ്തു എല്ലാ പണികളും ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഇത് പ്രൈവറ്റ് വണ്ടിയാണ്. നമ്മൾ 1,40,000 രൂപയാണ് ഈ വണ്ടിക്ക് വില ചോദിക്കുന്നത്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ആവറേജ് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഈ സീറ്റ് ചെറിയൊരു കീറൽ കാര്യങ്ങളുണ്ട്. പിന്നെ അകത്തോട്ട് നോക്കിയാൽ ബാക്ക് സീറ്റൊക്കെ നല്ല സീറ്റാണ്. അതേപോലെ വണ്ടിക്കകം അത്യാവശ്യം മോശമില്ലാത്ത വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തുരുമ്പോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ആ രീതിയിലെല്ലാം വണ്ടി കൊള്ളാം, നല്ല രീതിയിലാണ് വണ്ടി ഇരിക്കുന്നത്. ഇത് എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇത് ഏകദേശം 1,00,000 രൂപയ്ക്ക് എടുത്ത് ഫിനാൻസ് കിട്ടും. ഒന്ന് കിട്ടും? എത്ര ചോദിക്കുന്നത്? 1,45,000 രൂപ. 1,45. ഇത് 2019 രജിസ്ട്രേഷൻ വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്. 1,00,000 മേളിൽ ഓടിയിട്ടുണ്ട്. ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, റീപ്ലേസ്മെൻ്റ് ഇല്ല. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്.
ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. വണ്ടിക്കാകും നോക്കി. വണ്ടി നിലവിൽ ഉണ്ടായിരുന്ന മെക്കാനിക്കൽ പണികളും എല്ലാ പണികളും ചെയ്തിട്ടിരിക്കുക. 2,70,000 നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ കുറച്ച് അഴുക്കുണ്ട് കേട്ടോ, അത് വർക്ക് ചെയ്ത് തരുമോ അണ്ണാ? ആ സൈഡേ കുറച്ച് അഴുക്കുണ്ടല്ലോ, അത് വർക്ക് ചെയ്ത് കൊടുക്കുമോ? അത് പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ മാറും. അത്രേ ഉള്ളൂ. ഫുൾ സർവീസ് ചെയ്യുമ്പോൾ മാറി. ഞാൻ വിചാരിച്ച് പ്രീ പെയിൻറ്റ് ചെയ്യേണ്ടി വരും, അതാണ് ചോദിച്ചത്. ബാക്ക് ടയറൊക്കെ അത്യാവശ്യം കൊള്ളാം, മോശമല്ലാത്ത ടയറുണ്ട്. പിന്നെ പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്തിട്ടേക്കുന്നുണ്ട് തന്നെ, അത് കളർ ഫെയ്ഡോ കാര്യങ്ങളൊന്നുമില്ല. ആ രീതിയിലെല്ലാം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? 2,70,000 രൂപ. ഇത് 2019 ജനുവരി വണ്ടിയാണ്, രജിസ്ട്രേഷൻ വണ്ടിയാണ്. മാർച്ചോ കണ്ട രജിസ്ട്രേഷനാണ്. 2 വർഷം ഫുൾ പേപ്പർ കിടപ്പുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് പുതിയ ടെസ്റ്റാണ്. എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം നല്ല ഭാഗങ്ങൾ തന്നെ, ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു ടയറേ ഉള്ളൂ മോശം, ബാക്കിയെല്ലാം നല്ല ടയറാണ്. സ്റ്റെപ്പിനെയും നല്ല ടയറാണ്. ഈ ടയർ മാറി കൊടുക്കൂ. ഇത് സ്റ്റെപ്പിന് കൊള്ളാവുന്ന ടയറാണ്. ബാക്ക് ടയർ നല്ല പുത്തൻ ടയർ. എന്തോ ഓടി കമ്പനി സീറ്റാണ്. അത് 1.15 ഓടിയതാണ്. 1.15. ആ 1.15 ഓടിയിട്ടുണ്ട്. ഓക്കെ. വണ്ടിക്കകം നോക്കുമ്പോൾ വലിയ സംഭവ വികാസങ്ങളൊന്നുമല്ല, പക്ഷേ നോർമൽ രീതിയിൽ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വൃത്തിയുള്ളൊരു സീറ്റ് കവേഴ്സും ചെറിയ ഗീറ്റലൊക്കെ ഉണ്ട്, എന്നിരുന്നാൽ പോലും വൃത്തിയുണ്ട്. ഫ്ലോറൊക്കെ തുരുമ്പൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 3,70,000 രൂപ. ഇത് 2013 വണ്ടിയാണ്. ഇത് ഗ്രേ കളറാണ്, വെറൈറ്റി കളറാണ്. പിന്നെ 4 അലോയ് വീല് കിടപ്പുണ്ട്. ഇത് 2013 വണ്ടി. ഓണർഷിപ്പ് 4ാമത്തെ ഓണർഷിപ്പാണ്. വണ്ടി നല്ല ക്വാളിറ്റിയാണ്. പാച്ച് വർക്കോ കാര്യങ്ങളോ എല്ലാം മെക്കാനിക്കലെല്ലാം ചെയ്തിട്ടിരിക്കുക. ഈ അടുത്ത മാസം ടെസ്റ്റാണ്. ഈ കാണുന്ന കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1,15,000 രൂപയ്ക്ക് കൊടുക്കും. ഈ 4 അലോയ് വീല് പിന്നെ അതിൻ്റെ ടയറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എങ്ങനെയായാലും 15 രൂപ കിട്ടും. ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. വണ്ടി എഞ്ചിന് 1,15,000 1.15 കൊടുക്കും. അപ്പോൾ 1,00,000 രൂപയുടെ വണ്ടി ഏതാ? 1,00,000 രൂപ ഇതാണോ? കാണിച്ചു തരാന്നേ. ബാക്ക് ടയറൊക്കെ ആണെങ്കിലും നല്ല ടയേഴ്സാണ്. അതേപോലെ തന്നെ ടയറുണ്ട്, അത് ചെളി കൊണ്ടിരിക്കുന്നുണ്ടോ, മഴയല്ലേ. നല്ല വീലൊക്കെ ചെയ്തിട്ടുണ്ട്. 1.15 അല്ലേ? ഇതെന്താണ് പൊട്ടിയിരിക്കുക? അത് ചെറിയൊരു പൊട്ടലാണ്. വേണമെങ്കിൽ ഗ്ലാസ് മാറി കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. ആ ഇത് 2016 രജിസ്ട്രേഷൻ സിപ്പാണ്. സെക്കൻഡ് ഓണറാണ്. പുതിയ പേപ്പറാണ്. 2026 മാർച്ച് വരെ പേപ്പറുണ്ട്. ഇൻഷുറൻസ് ഉണ്ട്. നമുക്കിത് 1,20,000 കിലോമീറ്റർ കണ്ട് ഓടിയിട്ടുണ്ട് വണ്ടി. നമുക്കിത് നമ്മളെ ചോദിക്കുന്ന 1,40,000 രൂപയാണ്. നിലവിൽ എല്ലാ ഭാഗങ്ങളും ക്ഷേമനിധി ഉൾപ്പെടെ കറണ്ടാണ്. അകവും പുറവും ഒക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം പെയിൻറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത പുതിയ ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ്. മെക്കാനിക്കൽ ഫുള്ള് ചെയ്ത വണ്ടിയാണ്. വണ്ടി കാണാൻ നല്ല വൃത്തി. ടയേഴ്സൊക്കെ ആണെങ്കിൽ ടയേഴ്സ് എല്ലാം മൊത്തം ടയേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. ബാക്കും ഫ്രണ്ടും ഒക്കെ നല്ല ടയേഴ്സ് തന്നെ. ഫുൾ പെയിൻറ്റ്, അകവും പുറവും ഇല്ല, കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് 2013 വണ്ടിയാണ്. ടെസ്റ്റ് ചെയ്യേണ്ടുന്ന വണ്ടിയാണ്. ഓക്കെ. നമ്മളൊരു പാർട്ടി വന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 85 രൂപയ്ക്ക് കൊടുക്കാം. 85,000 രൂപയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തോണം. എൻജിൻ സൈഡ് പക്കയാണ്. പാച്ച് വർക്കില്ല, പെയിൻറ്റിങ് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. ടയർ അത്യാവശ്യമുണ്ട്. ഇനി ഇൻഷുറൻസ് എടുക്കുക, GPS ഉണ്ട്. ഇൻഷുറൻസ് എടുക്കുക, ടാക്സ് അടയ്ക്കുക, വണ്ടി ടെസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. ഇത്രയും ഭാഗമേ ഉള്ളൂ. 85,000 നമ്മൾ എടുത്തു കൊടുക്കുകയാണെങ്കിൽ 1,00,000 രൂപ. അല്ല, എടുത്തു കൊടുക്കുന്ന അതിനകത്ത് വരുന്ന പൈസകളെല്ലാം അവർ തരേണ്ടി വരും. അപ്പോൾ വണ്ടി വില 85 രൂപ എനിക്ക് തരണം. ബാക്കി എന്തുണ്ടെങ്കിലും അവർ ചെയ്തോണം. അങ്ങനെ നമ്മളൊരു വണ്ടി കച്ചവടം ചെയ്യണ്ടേ? അത് വേണം. എല്ലാം നന്നാക്കി കൊടുക്കുന്നുണ്ടല്ലോ, തോനെ പൈസ പറയണല്ലേ. അല്ല, ബാക്കി മെക്കാനിക്കൽ പാച്ച് വർക്ക് യാതൊന്നുമില്ല. മെക്കാനിക്കൽ 100ക്ക് 100ആണ്. എഞ്ചിന് ഒരേ ഹെഡ് ഗാസ്കറ്റ് എല്ലാം ഇളക്കി പണിഞ്ഞിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഇത് ഈ ടയർ മറ്റേ ടയറല്ലേ, നോർമൽ ടയറല്ലേ? എന്താ കട്ട ടയർ? ഏതാ? ഫ്രണ്ടില് കട്ട ടയർ. ഈ സൈഡ് നോക്കിയാൽ ഈ സൈഡൊക്കെ കൊള്ളാം, ഇതൊന്നും കുഴപ്പമില്ല. ബാക്കി ഈ ടൈപ്പിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം. പക്ഷേ ഇൻഷുറൻസ് എടുക്കണം. ഇത് പിന്നെ GPS ഉണ്ട്, ടാക്സ് അടയ്ക്കണം. ഇത്രയും പണിയേ ഉള്ളൂ വണ്ടിക്ക്. പിന്നെ ടെസ്റ്റ് ചെയ്ത് കൊള്ളണം. 85,000 രൂപയ്ക്ക് ഞാൻ വണ്ടി കൊടുക്കും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 1,00,000 രൂപയുടെ വണ്ടി എന്നാണ് എന്നോട് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ പെട്ടെന്ന് അതിൻ്റെ വില കുറച്ച് 85,000 രൂപയ്ക്ക്. അപ്പോൾ 85,000 രൂപ തൊട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലൊക്കെ ഉള്ള നല്ല നല്ല വണ്ടികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.